നമ്മൾ നമ്മളോട് സംസാരിക്കാൻ തയ്യാറായിട്ടുള്ളവർ, നമ്മളുമായിട്ട് തുടർച്ചയായിട്ട് സഹകരിക്കാൻ പറ്റുന്നവർ ശ്രദ്ധിക്കണം. ഇപ്പം നമ്മളുടെ അടുത്ത് വന്നിച്ചും യേശു ക്രിസ്തുവിനെ പറ്റി പറയുന്ന ഒരാൾ ശ്രദ്ധിക്കണേ, നമ്മളോട് സംസാരിക്കാൻ അവർക്ക് പറ്റുന്നില്ല. യേശു ക്രിസ്തുവിനെ പറ്റി പറയുന്നു. കാരണം എന്താണ്? ഇവർ ആരുമായിട്ട് സഹകരിക്കുന്നില്ല. ആരുമായിട്ട് സഹകരിക്കാത്ത ആൾക്കാരാണ്. യേശു ക്രിസ്തുവിനെ പറ്റി പറയും, മുഹമ്മദ് നബിയെ പറ്റി പറയും, സ്വാമി വിവേകാനന്ദനെ പറ്റി പറയും, മറ്റുള്ള പല ആൾക്കാരെ പറ്റി പറയും. ഇത് സത്യത്തിൽ പരദൂഷണം മാത്രമാണ്. ഇതിനകത്ത് വേറെ യാതൊരു കാര്യമില്ല. ശ്രദ്ധിച്ചു നോക്കണം. ഇവർ നമ്മളുമായിട്ട് സമാധാനത്തിലിരുന്ന് സംസാരിക്കാൻ പറ്റാത്ത ആൾക്കാരാണ്. ഇവർ ആരുമായിട്ട് സഹകരിക്കുന്നുണ്ടാകില്ല. ഒരു മനുഷ്യനുമായിട്ട് സമാധാനത്തിലിരുന്ന് സംസാരിക്കുന്ന ആൾക്കാരല്ല യേശുക്രിസ്തുവിനെ പരിചയപ്പെടുത്തുന്ന ആൾക്കാർ. ഇവർക്ക് എന്തുകൊണ്ട് നമ്മളുമായിട്ട് സഹകരിക്കാൻ പറ്റുന്നില്ല? ഇവർക്ക് ഒരിക്കലും നമ്മളോട് സഹകരിക്കാൻ പറ്റുകയില്ല. കാരണം ഇവരപ്പോഴേ പൊട്ടിത്തെറിക്കും. നമ്മളുടെ യേശുക്രിസ്തുവിനെ മാത്രമല്ല, വേറെ എന്ത് കാര്യം പറയുന്ന ആൾക്കാരും ശ്രദ്ധിച്ചു നോക്കുക, പരസ്പരം സഹകരിക്കാൻ പറ്റുന്നില്ല. കാരണം ആരുമായിട്ട് അവർ സഹകരിക്കുന്നില്ല. ഒരു സംശയം വേണ്ട, നമ്മളുമായിട്ട് മാത്രമല്ല, മറ്റുള്ള ആരുമായിട്ട് സഹകരിക്കുന്നില്ല. കാരണം ഒരാളുമായിട്ട് സഹകരിക്കുന്നുണ്ടെങ്കിൽ ആ സഹകരണം മാത്രമാണ് എല്ലാവരുമായിട്ട്, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. ഏതെങ്കിലും ഒരു വ്യക്തിയോട് സത്യസന്ധമായിട്ട് കൃത്യമായിട്ട് സഹകരിക്കുന്നുണ്ടെങ്കിൽ ആ സഹകരണം തന്നെയാണ് എല്ലായിടത്തും എല്ലായ്പ്പോഴും. അപ്പം നമ്മൾക്ക് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മളോട് സഹകരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? അവർ ആരോടും സഹകരിക്കുന്നില്ല, അവർക്കൊരു കൂട്ടായ്മയില്ല. വെറുതെ വെറും കപടതയിൽ അല്പനേരം ഇരുന്ന് പൊട്ടത്തരങ്ങളൊക്കെ പറഞ്ഞ്, മനസ്സിലായി, കള്ളത്തരവും പരദൂഷണവും അവരെ പറ്റിയൊക്കെ പറഞ്ഞ് വെറും നൈമിഷികമായിട്ടുള്ള സുഖത്തെ തേടുന്നവരാ. മനസ്സിലായി? വേറെ ഒന്നുമില്ല. നൈമിഷികമായിട്ടുള്ള സുഖത്തെ തേടി വെറും ജഡികതയിൽ, വെറും സങ്കല്പത്തെ സ്വപ്നത്തിലിരുന്ന് രമിക്കുന്നവരാ. അല്ലാതെ വേറെ ഒന്നുമില്ല. പ്രാപ്തി ആർക്കുമില്ല. സത്യസന്ധമായിട്ട് പരസ്പരം സഹകരിക്കുന്നതിൽ എവിടെയാ തല്ലുപിടുത്തം? എങ്ങനെയാണ് മറ്റൊരാളോട് അടിച്ചേൽപ്പിക്കേണ്ട കാര്യം എന്താണ്? ഒന്നുമില്ല. സത്യസന്ധമായിട്ട് സഹകരിക്കുന്നിടത്ത്, മറ്റൊരാളെ ബഹുമാനിച്ച് സഹകരിക്കുന്നിടത്ത് അവിടെയാണ് സാഹോദര്യം. അതില്ല. നമ്മുടെ കുടുംബത്തിൽ എൻ്റെ ഒരു സഹോദരങ്ങളുമായിട്ട് തുടർച്ചയായിട്ട് സംസാരിക്കാൻ പറ്റത്തില്ല. അവർ പള്ളിയിൽ പോ, അത് ചെയ്, ഇത് ചെയ്. അല്ലാണ്ട് ഇവരാരുമായിട്ട്, ഇവരുടെ വീട്ടിലുള്ള ഒരങ്ങോട്ട് ഇവർ സത്യസന്ധമായിട്ട് സംസാരിക്കുന്ന ഭാഗമില്ല. പക്ഷെ ഇവർ അംഗീകരിക്കാൻ തയ്യാറല്ല. ഇതാണ് ഇവരുടെ കള്ളത്തരം. കള്ളത്തരമാണ് കാണിക്കുന്നവരാണ്. വീട്ടിലുള്ള ഒരങ്ങോട്ട് ഇവർ സത്യസന്ധമായിട്ട് സഹകരിക്കുന്നില്ല, ആരുമായിട്ടില്ല. മനസ്സിലായി? ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. ഒരു മനുഷ്യനായിട്ട് നമ്മുടെ കുടുംബത്ത് ആ വീട്ടിലുള്ള അംഗവുമായിട്ട് സ്നേഹത്തിലും സന്തോഷത്തിലും കഴിയുന്ന ഒരു വ്യക്തി പോലുമില്ല. മനസ്സിലായി? അടിയും വഴക്കും അല്ലാണ്ട് വേറെ ഒന്നുമില്ല. പരിശോധിച്ച് നോക്ക്. അതിനുള്ള തൻ്റെ ഇടം പോലും ഇല്ല. മനസ്സിലായി? സ്വന്തം വീട്ടിൽ പോലും എനിക്ക് സമാധാനത്തിൽ ഇരിക്കാൻ പറ്റുന്നില്ല എന്നുള്ള ഭാഗം കൃത്യമായിട്ട് അംഗീകരിക്കാൻ പോലും തയ്യാറല്ല. അവിടെ വരെ കള്ളത്തരമാണ്, വഞ്ചനയും ചതിയുമാണ്. സ്വന്തം വീട്ടിലെ കൂട്ടത്തിലുള്ള അംഗങ്ങളോടും കാണിക്കുന്ന ദുഷ്ടത്തരമാണ്. സ്നേഹത്തിൽ സമാധാനത്തിൽ സംസാരിക്കാൻ പറ്റുന്നില്ല, അല്ലാണ്ട് വേറെ എന്താണ്? ഒരുമിച്ചിരിക്കുന്ന ഭാഗമില്ല. അപ്പോൾ പറയും നീ പള്ളിയിൽ പോകുന്നില്ല, നീ അങ്ങനെയായിരുന്നു, നീ പ്രാർത്ഥന ചൊല്ലിയിരുന്നു, അതാണ് ഇതാണ്. ഇതിലൊന്നും ഒരു കഥയുമില്ല. യേശു ക്രിസ്തു എന്ത് കാര്യത്തിനാണ് ഇങ്ങയുടെ കാര്യം പറയണത്? തല്ലി കൊന്നു കുരിശെ തൂക്കിയിട്ട് ഈ കഥയും പറഞ്ഞുകൊണ്ട് വരുന്ന ആരെങ്കിലും ഒരാളെ ക്രൂരമായിട്ട് മർദ്ദിക്കുന്ന ആളെ നോക്കിക്കൊണ്ട് വല്ലവരും നിൽക്കുക? ആരാണ് ഈ ഭാവം ഫോളോ ചെയ്യാമെന്ന്? ഒരാൾ ഇവിടെ ആരെങ്കിലും ഒരാളെ ചീത്ത പറയുമ്പോൾ ബാക്കിയുള്ളവരെല്ലാവരും കിടന്ന് അസ്വസ്ഥരാകുന്നു. ഇവരാണ് ക്രിസ്ത്യാനികളെന്ന് പറയുന്നത്. ഒരാളെ ചീത്ത പറയുമ്പോൾ ബാക്കിയുള്ളവരെല്ലാവരും കിടന്നൊരു ബഹളം വെക്കുന്നു. അടിയും വഴക്കും ബഹളവും. പറയുന്നത് യേശു ക്രിസ്തുവിനെ ഫോളോ ചെയ്യുന്ന, പക്ഷെ എന്തെങ്കിലും പറഞ്ഞാൽ അപ്പം അസ്വസ്ഥരാകുന്നു, കിടന്ന് അടിയും വഴക്കും ബഹളവും ഉണ്ടാകുന്നു. അപ്പം പറയും നമ്മളൊക്കെ മനുഷ്യനാണെന്ന് പറയും. ഒരു ഭാഗത്ത് പറയും യേശു ക്രിസ്തുവിൻ്റെ ഫോളോ ചെയ്യാൻ പറയും. എന്തെങ്കിലും ഒരു അസ്വസ്ഥത വന്നു കഴിഞ്ഞാൽ ഉടനെ പറയും നമ്മളൊക്കെ മനുഷ്യനാണ്. മനസ്സിലായ? പിന്നെ മരിച്ചിട്ടാണ്. ആർക്ക് വേണം ഈ മരണത്തിന് ശേഷമുള്ള ജീവിതം? ഇതൊക്കെ വെറും പൊട്ട കഥകളാണ്. പരസ്പരം സഹകരിക്കാൻ പറ്റാത്ത കുറേ ആൾക്കാർ. മനസ്സിലായി? ഇതിങ്ങനെ കാലങ്ങളായിട്ട് തുടർന്നുകൊണ്ടിരിക്കുകയും സ്വസ്ഥതയില്ലാത്ത കുറേ ആൾക്കാർ ഈ വിഡ്ഢിത്തരം നിർത്തി രോഗമൊക്കെ മാറ്റി സത്യസന്ധമായിട്ട് സഹകരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അവിടെ മാത്രമേ കൂട്ടായ്മയുള്ളൂ. സത്യസന്ധത ഇല്ലാത്ത കപടത ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. കള്ളത്തരവും വഞ്ചനയും ചതിയും നിറഞ്ഞു നിൽക്കുന്ന കുറേ ആൾക്കാർ.
അവിടെ രോഗങ്ങളല്ലാതെ അടുത്ത് വരുന്ന കുട്ടികൾക്കും ഇതേ സംഭവം ഇട്ടുകൊടുക്കുകയും, അല്ല വേറൊന്നുമല്ല. അടുത്ത് വരുന്ന പള്ളിയിലെ അച്ഛന്മാരെ നോക്ക്, അവരെന്തെങ്കിലും ഒരു വ്യഭിചാരം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സുപ്രീം കോടതിയിൽ വരെ കേസ് പറയും. എന്തുകൊണ്ടാണ്? കാരണം അല്ലെങ്കിൽ ഈ അച്ഛൻ അവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും വിളിച്ചു പറയും. അല്ലാണ്ട് വേറെ കാര്യമൊന്നുമില്ല. സർവ്വ കാര്യങ്ങളും വിളിച്ചു പറയുന്നുണ്ട്. സുപ്രീം കോടതിയിൽ വരെ ഈ പള്ളിയിലെ ഫണ്ട് കൊണ്ട്, ആരുടെ ഫണ്ടാണ്? ഈ പറയുന്ന വിഡ്ഢികളുടെ ഫണ്ട് കൊണ്ടാണ്, അല്ലാണ്ട് വേറൊന്നും കൊണ്ടല്ല. കുറേ വിഡ്ഢികളുടെ ഫണ്ട് കൊണ്ടാണ് ഈ പറയുന്ന അച്ഛന്മാർ കാണിക്കുന്ന വൃത്തികേടിന് സുപ്രീം കോടതിയിൽ വരെ കേസ് പറയുന്നത്. ദൈവത്തിൻ്റെ കോടതിയിൽ എന്തേ നിൽക്കാത്തതെന്ന്? എന്തിനാണ് ഞാൻ സുപ്രീം കോടതിയിൽ പോകുന്നത്? ദൈവത്തിൻ്റെ കോടതിയിൽ നിന്നില്ലേ? അതിനുള്ള തൻ്റെ ഇടവില്ലല്ല, അതിനുള്ള തൻ്റെ ഇടവില്ല. ദൈവത്തിൻ്റെ കോടതിയിൽ നിന്നുകൊണ്ട് എന്തിനാണ് മനുഷ്യൻ്റെ കോടതിയിൽ പോണേ? അവിടെ നിന്ന് നീതിന്യായം മേടിക്കാൻ പോകണം എന്തിനാണ്? നാണമില്ലേ ഇരട്ടത്താപ്പ് കാണിക്കാൻ?